നമസ്കാരം. ഞാൻ ശക്തി. സജ്ജനങ്ങളുമായിട്ട് നമ്മളിന്ന് ചർച്ച ചെയ്യുന്ന വിഷയം കന്നിക്കൂറിൽപ്പെട്ട ഉത്രം 2, 3, 4 പാദം, അത്തം, ചിത്തിര 1, 2 പാദ നക്ഷത്ര ജാതകരുടെ 2025 ഒരു പ്രധാനപ്പെട്ട ഗ്രഹമാറ്റത്തെക്കുറിച്ചുള്ളൊരു സൂചനയാണ്. 2025 ഏകദേശം മാർച്ച് മാസം 29-ാം തീയതി ശനീശ്വരൻ ഇപ്പോൾ സ്ഥിതി ചെയ്യുന്ന രാശി മാറുകയാണ്. ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ നമ്മൾ ആ സമയത്താണ് അപ്ലോഡ് ചെയ്യേണ്ടതെങ്കിൽ പോലും മുൻകൂട്ടി പറയുന്നത്, ഈ 2025 മാർച്ച് മാസത്തിലെ രാശിമാറ്റം കന്നിക്കൂറിൽപ്പെട്ട ഉത്രം 2, 3, 4 പാദം, അത്തം, ചിത്തിര 1, 2 പാദ നക്ഷത്ര ജാതരെ സംബന്ധിച്ച് കണ്ടകശനി ദോഷമായിട്ട് വരാൻ ഇടയുണ്ട് എന്ന് കണ്ടതുകൊണ്ടാണ്. കണ്ടകശനി ദോഷമായിട്ട് വരാനിടയുണ്ടെന്ന് പറഞ്ഞാൽ കന്നിക്കൂറുകാരായിട്ടുള്ള ഉത്രം 2, 3, 4 പാദം, അത്തം, ചിത്തിര 1, 2 പാദ നക്ഷത്ര അതിനെ സംബന്ധിച്ച് 2025 മാർച്ച് മാസത്തിലെ ശനീശ്വരൻ്റെ രാശിമാറ്റം ഇവർക്ക് 7ാം ഭാവത്തിൽ വരുന്നു. ഏത് രാശിയിൽ എപ്പോൾ രാശി മാറുന്നൊക്കെ ആ സമയത്ത് പറയേണ്ട കാര്യങ്ങൾ ഇപ്പോൾ ഇവിടെ പറയേണ്ട കാര്യമാണ്. ഇപ്പോൾ 7ലെ രാശിമാറ്റം, ഈ 7ലെ കണ്ടകശനി എന്ന് പറയുന്നത് ഈ കന്നിക്കൂറിലെ ഉത്രം 2, 3, 4 പാദം, അത്തം, ചിത്തിര നക്ഷത്രക്കാർ വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു സാഹചര്യം. ഇതിൽ നമ്മൾ വിശേഷിച്ചെടുത്ത് പറയുകയാണെങ്കിൽ വിവാഹ ജീവിതത്തിലും ദാമ്പത്യ ജീവിതത്തിലും ഏതെങ്കിലും തരത്തിലുള്ള അലോസരങ്ങൾ, പ്രതിസന്ധികൾ, ബുദ്ധിമുട്ടുകൾ, ആരോപണങ്ങൾ, വിവാഹമോചനം വരെ പറയാവുന്ന ഒരു കാലഘട്ടം. 2023 മാർച്ച് മാസം 2025 മാർച്ച് മാസം ഏകദേശം 29-ാം തീയതി മുതൽ തുടർന്നു വരുന്ന 2.5 വർഷക്കാലം ദാമ്പത്യ ജീവിതത്തിൽ പ്രതിസന്ധികൾ വരാതിരിക്കുവാൻ വേണ്ടുന്ന ശ്രദ്ധയും ജാഗ്രതയും കന്നിക്കൂറിൽപ്പെട്ട ഉത്രം 2, 3, 4 പാദം, അത്തം, ചിത്തിര 1, 2 പാദ നക്ഷത്ര ജാതർ സ്വീകരിക്കണം. അതിലെടുത്തു പറയേണ്ടുന്ന കാര്യം, വിവാഹിതരായിട്ടും ഏതെങ്കിലും തരത്തിലുള്ള ജീവിത സാഹചര്യങ്ങൾ കൊണ്ടോ, പ്രലോഭനങ്ങൾ കൊണ്ടോ, അല്ലെങ്കിൽ സ്വാധീനങ്ങൾ കൊണ്ടോ, മറ്റു തരത്തിലുള്ള വഴിവിട്ട ബന്ധങ്ങളിലൂടെ സഞ്ചരിക്കുന്നവർ അതീവ ജാഗ്രതയും ശ്രദ്ധയും പുലർത്തേണ്ടുന്ന ഒരു കാലഘട്ടം. വിവാഹിതരായിട്ടും ഭർത്താവോ അല്ലെങ്കിൽ ഭാര്യയോ ജീവിച്ചിരിക്കെ തന്നെ അവരുമായിട്ട് ഒരുമിച്ച് കഴിയുക തന്നെ മറ്റേതെങ്കിലും ഒരു പ്രണയം ഉണ്ടാവുക, മറ്റേതെങ്കിലും ഒരു ബന്ധം ഉണ്ടാക്കുക, മറ്റേതെങ്കിലും ഒരു രഹസ്യബന്ധം, ഇങ്ങനെയൊക്കെയുള്ള ഇടപാടിലൂടെ കടന്നു പോകുന്നവരുടെ രഹസ്യങ്ങളെല്ലാം തന്നെ പുറത്തു വരുവാനും അവയൊക്കെ കയ്യോടെ പിടിക്കപ്പെടുവാനും തെളിവ് സഹിതം പിടിക്കപ്പെട്ട് പ്രതിസന്ധികളിലേക്കും പ്രശ്നങ്ങളിലേക്കും നീങ്ങുവാനിടയുള്ളൊരു കാലഘട്ടം തന്നെയാണ് വരുന്നത്. ഇത് മുൻകൂട്ടി പറയുന്നത്, അത്തരത്തിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള വഴിവിട്ട ഇടപാടിലൂടെ ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ ഇപ്പോഴേ അതൊക്കെ നിർത്തി സ്വന്തം കുടുംബവും ദാമ്പത്യവും തകരാതിരിക്കാൻ വേണ്ടുന്ന മുൻകരുതൽ സ്വീകരിക്കണമെന്ന് മാത്രമുള്ള ഉദ്ദേശത്തോടുകൂടിയാണ്. അതോടൊപ്പം തന്നെ മറ്റ് പ്രശ്നങ്ങളും വരാം. ദമ്പതികളിൽ ആരെങ്കിലും ഒരാൾ അറിയാതെയുള്ള സാമ്പത്തിക ഇടപാടുകൾ അത് പുറത്ത് വരാനിടയുണ്ട്. ദമ്പതികളിൽ ആരെങ്കിലും ഒരാൾ അറിയാതെയുള്ള രഹസ്യാത്മകമായിട്ടുള്ള മറ്റേതെങ്കിലും തരത്തിൽ സാമ്പത്തികമോ മാനസികമോ ശാരീരികമായിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള രഹസ്യാത്മക ഇടപാടുകൾ പുറത്തു വരുവാനും അതുവഴി കുടുംബ ദാമ്പത്യ ബന്ധങ്ങളിൽ വിള്ളൽ വീഴുവാനുമുള്ള സാധ്യത വളരെയേറെ കൂടുതലാണ്. അതിനേക്കാൾ ഉപരിയായിട്ടാണ് പറയേണ്ടത്, കുടുംബപരമായിട്ട് ലഭിക്കേണ്ടിയിരുന്ന ഏതെങ്കിലും തരത്തിലുള്ള ഓഹരി തർക്കം, സ്ത്രീധനം ഇന്ന് നിരോധിക്കപ്പെട്ടിരിക്കുന്നെങ്കിലും സ്ത്രീയുടെ അവകാശമെന്ന പേരിൽ കിട്ടേണ്ടുന്ന ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തികങ്ങളെ സംബന്ധിക്കുന്ന തർക്കങ്ങൾ, കുടുംബപരമായിട്ടുള്ള ഷെയർ വിഷയങ്ങളെ സംബന്ധിക്കുന്ന തർക്കങ്ങൾ, അല്ലെങ്കിൽ ഏതെങ്കിലും വിവാഹാദി മംഗളകർമ്മങ്ങളോ കുടുംബപരമായിട്ടുള്ള കാര്യങ്ങളെയോ ചൊല്ലിയുള്ള അഭിപ്രായ ഭിന്നതകൾ, ഇവയൊക്കെ തന്നെ കലഹത്തിലേക്കും അതുവഴി ദാമ്പത്യപരമായ പ്രതിസന്ധിയിലേക്കും നീങ്ങുവാനിടയുണ്ട്. സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധികൾ വർദ്ധിക്കാനിടയുള്ളൊരു കാലഘട്ടമാണ്. ദമ്പതികളായിരിക്കുന്നവർക്ക് ഒരേപോലെ തന്നെ ശാരീരിക ബുദ്ധിമുട്ടുകളോ ഏതെങ്കിലും തരത്തിലുള്ള അപകടങ്ങളോ പ്രതീക്ഷിക്കാവുന്നൊരു കാലഘട്ടമാണ്. ഏതൊരു കാര്യത്തിന് ഇറങ്ങിത്തിരിച്ചാലും അതിൽ കാര്യപരാജയം സംഭവിക്കാനിടയുള്ളൊരു കാലഘട്ടമാണ്. കാൽമുട്ടിന് താഴേക്കുള്ള ഒടിവ്, ചതവ്,
പ്രത്യേകിച്ച് വാഹനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് വീഴ്ചകളുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ഉണ്ടാകാനിടയുണ്ട് കാലഘട്ടം. അപ്പോൾ കഴിവതും ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക ബാധ്യതകൾ ഉണ്ടെങ്കിൽ അത്തരത്തിലുള്ള സാമ്പത്തിക ബാധ്യതകളൊക്കെ കഴിവതും 2025 ഏകദേശം മാർച്ച് മാസത്തിന് മുൻപ് തന്നെ കുറച്ചു കൊണ്ടുവരുവാനെങ്കിൽ ശ്രമിക്കുന്നതല്ല. പൂർണ്ണമായിട്ടും കൊടുത്തു തീർക്കാമെന്നല്ല, കുറച്ച് കൊണ്ടുവരുവാനെങ്കിൽ ശ്രമിക്കുന്നതല്ല. അതുപോലെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സദാചാര വിരുദ്ധമെന്ന് വ്യാഖ്യാനിക്കപ്പെടുന്ന തരത്തിലേക്കുള്ള ബന്ധങ്ങൾ, സൗഹൃദങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവയൊക്കെ ഇപ്പോൾ തന്നെ അതിനൊക്കെ ഫുൾ സ്റ്റോപ്പ് ഇട്ട് നേരായ മാർഗത്തിലൂടെ ചരിക്കുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ പേരുദോഷം ഉറപ്പാണ്, കുടുംബകലം ഉറപ്പാണ്. കാരണം തെളിവുകൾ സഹിതമായിരിക്കും ശനീശ്വരൻ ഏതെങ്കിലുമൊക്കെ കാര്യങ്ങൾ പുറത്തു കൊണ്ടുവരുന്നത്. ശനീശ്വരൻ ഒരു വിഷയത്തെ സമീപിച്ച് കൊണ്ടുവരുന്നത് ഊഹാപോഹങ്ങളായിട്ടല്ല, കൃത്യമായുള്ള തെളിവുകൾ അടക്കം പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശനീശ്വരൻ ഏതെങ്കിലും വ്യക്തികളെ നിയോഗിക്കുകയും അവർ പോലും അറിയാതെ അവരതിൽ ഭാഗഭാഗമാക്കുകയായിരിക്കും ചെയ്യുന്നത്. അതുപോലെ തന്നെ തൊഴിൽ രംഗവുമായിട്ട് ബന്ധപ്പെട്ട്, കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട് സാമ്പത്തികമായിട്ടുള്ള യാതൊരു വിധത്തിലുള്ള ക്രമക്കേട്ടിനും നിൽക്കരുത്. മറ്റുള്ളവരുടെ പ്രീതിയോ അല്ലെങ്കിൽ സ്നേഹമോ ഒക്കെ സമ്പാദിക്കാൻ വേണ്ടിയിട്ട് ഒരിക്കലും ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ള കാര്യങ്ങളൊന്നും ചെയ്യരുത്. സാമ്പത്തികം 10 കാശ് കൂടുതൽ കിട്ടുമെന്ന് പറയുന്നത് കൊണ്ട് ദേശദ്രോഹപരമാകുന്നതോ അല്ലെങ്കിൽ മറ്റ് നിയമവിരുദ്ധമാകുന്നതായിട്ടുള്ള ഒരു തരത്തിലുള്ള കാര്യങ്ങളിൽ ഇടപെടരുത്. സൽപ്പേരിന് കളങ്കം വരുത്തുന്ന സ്വഭാവശുദ്ധിയെ തന്നെ ചോദ്യം ചെയ്യുന്ന തരത്തിലേക്കുള്ള വിഷയങ്ങളിലൂടെ കടന്നു പോകരുത്. പിന്നെ വളരെ സൂക്ഷിക്കണം. 2025 മാർച്ച് മാസം മുതൽ ഏകദേശം 2.5 വർഷക്കാലം അവനവൻ്റെ കുടുംബം, ദാമ്പത്യം തകരാതിരിക്കാൻ വേണ്ടുന്ന ജാഗ്രതയും ശ്രദ്ധയും ഓരോരുത്തരും എടുക്കണം. ഈ നക്ഷത്രയാതരായിട്ടുള്ളവർ, അതായത് ഉത്രം 2, 3, 4 പാദം കന്നിക്കൂറുകാർ, അത്തം, ചിത്തിര 1, 2 നക്ഷത്രക്കാർ. കാരണം അവരെ അതിലെ റിസൾട്ടായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ടുപോയാൽ അതിലൊക്കെ അവർക്ക് വലിയ തിരിച്ചടികളുടെ ദാമ്പത്യം, കുടുംബം തന്നെ തകർന്നു പോകുന്ന അവസ്ഥയിലേക്ക് നീങ്ങാനിടയുണ്ട്. നമ്മളീ പറയുന്നത് ചാരപശുവാൽ വരാനിടയുള്ളൊരു കാര്യമാണ്. ഇതെങ്ങനെയായിരിക്കും ഒരു കന്നിക്കൂറുകാരായിട്ടുള്ള ഉത്രം 2, 3, 4 പാദം, അത്തം, ചിത്തിര 1, 2 നക്ഷത്രയാതരുടെ ജീവിതത്തിൽ അനുഭവത്തിൽ വരാനിടയുണ്ടെന്ന് ചോദിച്ചാൽ ഏതൊരു കന്നിക്കൂറുകാരന നക്ഷത്രയാതിൻ്റെയും ജാതകമനുസരിച്ച് 2025 മാർച്ച് മാസം ഏകദേശം 29-ാം തീയതി മുതൽ തുടർന്ന് 2.5 വർഷക്കാലത്തേക്ക് അവരെ സ്വാധീനിക്കുന്ന ദശാനാഥൻ, അപകാരനാഥനും ഇനി വല്ല ഉന്നത യോഗത്തോടുകൂടി നിൽക്കുന്ന ഗ്രഹങ്ങളാണെങ്കിൽ, അല്ലെങ്കിൽ വളരെയേറെ ശുഭഫലദാതാക്കളോടുള്ള ദശാനാഥൻ, അപകാരനാഥനും ഒക്കെ ആണെങ്കിലും ഈ പറയുന്ന ഫലത്തിന് മാറ്റം ഉണ്ടാകും. അത് പറയുന്ന ഫലങ്ങൾ വരും, പക്ഷെ അതൊന്നും വലിയ സ്വാധീനം ചെലുത്തത്തില്ല. അങ്ങനെ വ്യത്യാസം ഉണ്ടാകും. എന്നാൽ പോലും കണ്ടകശനിയായിട്ട് ശനി 7 സഞ്ചരിക്കുന്ന കാലം ദാമ്പത്യ പ്രതിസന്ധികൾ ഉണ്ടാവാതെ ശ്രദ്ധിക്കണം എന്നതൊരു പൊതു തത്വമാണ്. ദാമ്പത്യപരമായിട്ടുള്ള വേർപാട്, വിരഹം, അകൽച്ച, ഡിവോഴ്സ് ഇവയൊക്കെ കണ്ടകശനിക്കാലത്ത് പൊതുവേ പറയാറുണ്ട്, അനുഭവസ്ഥരായിട്ടുള്ളവർ പറയാറുണ്ട്. അപ്പം അത്തരത്തിലൊരു സാധ്യത വരുന്നുണ്ടെന്ന് മനസ്സിലാക്കിയാൽ നമ്മൾ കഴിവതും അത്തരം കാര്യങ്ങളിൽ ഒഴിഞ്ഞു നിൽക്കാൻ പറഞ്ഞത് വേറെ ഒന്നും കൊണ്ടല്ല. ശനീശ്വരനെ സംബന്ധിച്ച് ഐതിഹ്യ പുരാണങ്ങൾ പറയുന്നത് നമ്മൾ മുൻജന്മങ്ങളിൽ ചെയ്തിരുന്ന കർമ്മഫലങ്ങളുടെ അതിൽ ഗുണദോഷ ഫലങ്ങളുടെ ലിസ്റ്റുമായിട്ടാണ് അദ്ദേഹം ഈ കാലത്തിൽ നമ്മൾ സമീപിക്കുന്നത്. ഇങ്ങനെ സമീപിക്കുമ്പോൾ അദ്ദേഹം മറ്റൊന്നുകൂടെ പരിശോധിക്കാറുണ്ട് അത്രയും. കഴിഞ്ഞ കാലങ്ങളിൽ ഇവൻ പ്രശ്നക്കാരനായിരുന്നു, ഇവൻ പാപിയായിരുന്നു, ഒക്കെ സമ്മതിച്ചു. ഈ മനുഷ്യകർമ്മത്തിൽ ഇവരെങ്ങനെയാണ്, കുറച്ച് ഡീസൻ്റായിട്ടാണോ അല്ലെങ്കിൽ നല്ല രീതിയിലാണോ പ്രവർത്തിക്കുന്നത്? ഇവിടെ കർമ്മഫലം നോക്കാറുണ്ട്. ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന ഈ കാലഘട്ടത്തിൽ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ നല്ലതോ ചീത്തയോ എന്നത് ശനീശ്വരൻ ശ്രദ്ധിക്കാറുണ്ട്. അങ്ങനെ ശ്രദ്ധിക്കുമ്പോൾ നമ്മൾ സ്വന്തം ഭർത്താവിനെയോ ഇണയെയോ വഞ്ചിച്ചുകൊണ്ട് പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ മറ്റേതെങ്കിലും ഒരു ഭർത്താവിനെ വഞ്ചിച്ചുകൊണ്ട് അവൻ്റെ ഭാര്യയെ നമ്മൾ വശീകരിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ മറ്റേതെങ്കിലും ഒരു ഭാര്യയെ വഞ്ചിച്ചുകൊണ്ട് ഭർത്താവിനെ വശീകരിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു വ്യക്തിയുടെ ധനം നമ്മൾ അപഹരിക്കുകയാണെങ്കിൽ, മറ്റേതെങ്കിലും വ്യക്തിയുടെ ഒരു സ്ഥാനം നമ്മൾ അടിച്ചെടുക്കുകയാണെങ്കിൽ, മറ്റേതെങ്കിലും ഒരു വ്യക്തിക്ക് ദോഷം ചെയ്യുകയാണെങ്കിൽ, ഒരു പൂച്ചയോ പട്ടിയോ പക്ഷിയോ മൃഗമോ എന്തും ആയിക്കൊള്ളട്ടെ അതിനെയൊക്കെ നമ്മൾ അനാവശ്യമായിട്ട് ഉപദ്രവിക്കുകയാണെങ്കിൽ, നമ്മൾ ഈ പ്രപഞ്ചത്തിനും സമൂഹത്തിനും എല്ലാം ഒരു ദോഷകാരിയായിട്ടാണ് നിൽക്കുന്നതെങ്കിൽ ശനീശ്വരനിൽ നിന്ന് നമ്മൾ ഒരു ആനുകൂല്യം പ്രതീക്ഷിക്കേണ്ട. അദ്ദേഹം കർശനമായിട്ട് ശിക്ഷിക്കുമെന്നാണ് പറയുന്നത്. ശിക്ഷിക്കുന്നത് നമുക്ക് പുറമേ ഓരോ പണികൾ കിട്ടുമ്പോൾ നമ്മൾ മാറിയിരുന്നുണ്ട് ഈശ്വരനെ കുറ്റം പറഞ്ഞിട്ടുള്ള ഈശ്വരനില്ലെന്ന് നമ്മൾ പറഞ്ഞാലും ഉണ്ടെന്ന് പറഞ്ഞാൽ ഈശ്വരന് ഒരു പ്രശ്നമില്ല. ഈശ്വരൻ നമ്മളുടെ സർട്ടിഫിക്കറ്റിൻ്റെ പുറത്ത് നിൽക്കുന്നൊരു ശക്തി സ്രോതസ്സല്ലേ. നമ്മൾ പറഞ്ഞാലും ഈശ്വരനുണ്ട്. അല്ലെങ്കിൽ 27 നക്ഷത്രങ്ങളിൽ ഏതെങ്കിലും ഒന്നിനും നമ്മൾ ശപിച്ചുകൊണ്ടോ അല്ലെങ്കിൽ നവഗ്രഹങ്ങൾ ഒന്നടങ്കം നമ്മൾ തെറി പറഞ്ഞുകൊണ്ട് നമ്മുടെ പ്രശ്നപരിഹാരമാകുന്നില്ല. അപ്പോൾ നമ്മൾ കഴിവതും നമ്മളെ ശുദ്ധീകരിക്കുക. നമുക്ക് അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ, മദ്യപാനം ഉണ്ടെങ്കിൽ
ഈ ശനി 7 സഞ്ചരിക്കുന്ന കണ്ടകശനിയായിട്ട് സഞ്ചരിക്കുന്ന കാലത്താണ് മദ്യപാന വിഷയങ്ങൾ കൊണ്ട് കുടുംബകലം ഉണ്ടാകുന്നത്. അതിൽ നിന്നൊക്കെ ഒഴിവാക്കണം. മദ്യപാനം, ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം, വഴിവിട്ട ബന്ധങ്ങൾ, ഇതെല്ലാം പ്രശ്നങ്ങളാകുന്നത് ശനി കണ്ടകശനിയായിട്ട് 7 വരുന്ന കാലത്താണ്. അപ്പോൾ ഇത് മനസ്സിലാക്കിക്കൊണ്ട് കഴിവതും ഈ വേണ്ടാധീനങ്ങളിൽ നിന്ന് നമ്മൾ ഒഴിവാക്കിക്കുക. നമ്മളെ തന്നെ ശുദ്ധീകരിക്കുക. നമ്മളെ തന്നെ ശുദ്ധീകരിച്ച് പോയില്ലെങ്കിൽ കണ്ടകശനി നമ്മളെ ഒരു പാഠം പഠിപ്പിക്കും. കാരണം നമ്മളിപ്പോൾ ചെയ്യുന്നത് ധർമ്മമല്ലെങ്കിൽ അധർമ്മമാണെങ്കിൽ, നമ്മൾ ചെയ്യുന്നത് നീതിയല്ലെങ്കിൽ നീതിരഹിതമാണെങ്കിൽ, നമ്മൾ ചെയ്യുന്നത് ആത്മവഞ്ചനയാണെങ്കിൽ, നമ്മൾ ചെയ്യുന്നത് ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റാത്ത വലിയ വലിയ അപരാധങ്ങളാണെങ്കിൽ അവയ്ക്കൊക്കെ ശിക്ഷ അനുഭവിച്ചേ പറ്റൂ. അതുതന്നെയാണ് വരുന്നത്. പ്രത്യേകിച്ച് ഈ ശനി 7 വരുന്ന സമയത്താണ് പല ദമ്പതികളുടെയും ദാമ്പത്യം തകർന്ന് കണ്ടിരിക്കുന്നത്. വഴിവിട്ട ബന്ധങ്ങളൊക്കെ പുറത്തു വരുന്നത്, അതുപോലെ സാമ്പത്തിക ക്രമക്കേടുകളൊക്കെ പുറത്തു വരുന്നത്. അങ്ങനെ ഒരുപാട് പ്രതിസന്ധികളിലൂടെ ഡിവോഴ്സ് അടക്കം നടക്കുന്നൊരു കാലഘട്ടമായിട്ട് ജ്യോതിഷാനുഭവത്തിൽ ഞങ്ങൾ കണ്ടിരിക്കുന്നത് ശനി 7 കണ്ടകശനിയായിട്ട് വ്യാപരിക്കുന്ന കാലഘട്ടത്തിലാണ്. അപ്പം അതുകൊണ്ട് അത്തരത്തിലുള്ള ദുരാനുഭവങ്ങളിലേക്ക് ആരെങ്കിലും പോകാതിരിക്കട്ടെ എന്ന് കരുതിയാണ് നമ്മൾ മുൻകൂട്ടി ഇത്തരത്തിലുള്ള വിവരങ്ങൾ കൈമാറുന്നത്. അപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള വഴിവിട്ട മാർഗങ്ങളിലൂടെ ആരെങ്കിലും സഞ്ചരിക്കുന്നുണ്ടെങ്കിൽ, ഈ നക്ഷത്രയാതരായിട്ടുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ സ്വയം തിരുത്തുക, സ്വയം നേരെയാവുക. അതല്ലെങ്കിൽ അവർക്ക് അവരുടെ ജീവിതം തന്നെ വെച്ച് കളിക്കേണ്ടി വരുന്നൊരു സാഹചര്യത്തിലേക്ക് ശനി കൊണ്ടെത്തിക്കും. നിയമവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്താൽ ഉറപ്പാണ് അവരത് നിയമത്തിൻ്റെ പ്രതികൂട്ടിലാവും. വിശ്വാസവഞ്ചന കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് പുറത്തു വരും. ഏതെങ്കിലും തരത്തിലുള്ള അഴിമതി കാണിച്ചിട്ടുണ്ടെങ്കിൽ പുറത്തു വരും. കുടുംബപരമായിട്ടോ തൊഴിൽപരമായിട്ടോ ഏതെങ്കിലും മേഖലയിൽ സാമ്പത്തിക ക്രമക്കേട് കാണിച്ചിട്ടുണ്ടെങ്കിൽ പുറത്തു വരും. എന്ത് വേണ്ടാധീനം ചെയ്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം പുറത്തു വരുന്നൊരു കാലഘട്ടമാണ്. ഏകദേശം 2025 മാർച്ച് മാസം 29-ാം തീയതി മുതൽ തുടർന്ന് വരുന്ന 2.5 വർഷക്കാലം എന്ന ബോധ്യത്തോടും കൂടെ മുന്നോട്ട് പോകുവാൻ ഇന്നേ നമ്മൾ പരിശ്രമിച്ചാൽ നമുക്ക് ശനീശ്വരൻ്റെ കണ്ടകശനിക്കാലം എന്ന് പറയുന്നത് വലിയ പ്രതിസന്ധികൾ ഉണ്ടായിരിക്കില്ല. രോഗദുരിതങ്ങളോ ചെറിയ ചെറിയ അപകടങ്ങളോ ഒക്കെ വന്ന് പോയേക്കാം. എന്നാൽ പോലും നമ്മളുടെ ദാമ്പത്യം തകർക്കുന്ന രീതിയിലേക്കുള്ള വിവാദ പ്രതിസന്ധികളുമായിട്ട് വരാനിടയില്ല. അങ്ങനൊരു സാഹചര്യം നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അറിഞ്ഞോ അറിയാതെയോ സാഹചര്യ സമ്മർദ്ദം കൊണ്ടോ ഏതെങ്കിലും പ്രലോഭനങ്ങൾ കൊണ്ടോ ഏതെങ്കിലും തരത്തിലുള്ള അനാവശ്യ സ്വാധീനം കൊണ്ടോ നമ്മൾ ഏതെങ്കിലും ട്രാപ്പിൽ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ, അത് വഴിവിട്ട ബന്ധമാണെങ്കിലും സാമ്പത്തിക തട്ടിപ്പാണെങ്കിലും എന്താണെങ്കിലും അതിൽ നിന്നൊക്കെ മോചനം നേടി സമയമുണ്ട്. നമുക്ക് നമ്മളെ തന്നെ ക്രമപ്പെടുത്തി ശുദ്ധീകരിച്ചെടുക്കാനുള്ള സമയമുണ്ട്. ആ സമയം കഴിയുന്നത്ര പ്രയോജനപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നതായിരിക്കും ഏറ്റവും കൂടുതൽ നല്ലത് എന്നാണ് നമുക്ക് ഈ വീഡിയോയിലൂടെ ചൂണ്ടിക്കാണിക്കാറുള്ളത്. ഇതിൻ്റെ വിശദമായിട്ടുള്ള വിവരങ്ങൾ ശനീശ്വരന്മാരെന്ന ഇപ്പം 2025 നമ്മൾ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽ ജ്യോതിഷപരമായിട്ട് ഡീറ്റെയിൽ അപ്ലോഡ് ചെയ്യേണ്ടത് അത് ആ സമയത്ത് ചെയ്യും. ഇതിപ്പോൾ നമ്മളൊരു സൂചന ഞങ്ങളുടെ പ്രേക്ഷകരോട് ഞങ്ങൾക്കുള്ള ഒരു കടമയുണ്ട്. കാരണം നിങ്ങൾക്ക് ചില ബുദ്ധിമുട്ടുകൾ വരാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാകുമ്പോൾ അതൊന്ന് മുൻകൂട്ടി അറിയിക്കുക. എല്ലാ മനുഷ്യരും സംശുദ്ധന്മാരൊന്നുമല്ല, എല്ലാ മനുഷ്യരും നീതിപൂർവ്വം പോകുന്നവരൊന്നുമല്ല. ഒരുപാട് പിഴവുകൾ അറിഞ്ഞും അറിയാതെയൊക്കെ പലരുടെയും ജീവിതത്തിൽ സംഭവിക്കും. അതൊക്കെ തെറ്റാണ് മക്കളെ, അല്ലെങ്കിൽ തെറ്റാണ് സഹോദരി സഹോദരന്മാരെ, നിങ്ങൾ സൂക്ഷിച്ചു വേണം കേട്ടോ. അതൊക്കെ പുറത്ത് വരാൻ സാധ്യതയുണ്ടൊരു മുന്നറിയിപ്പ് കൊടുക്കുന്നത് തന്നെയാണ് ജ്യോതിഷത്തിൻ്റെ ഒരു റോളെന്ന് വിശ്വസിക്കുന്ന കൂട്ടത്തിലാണ് ഞങ്ങൾ. അതുകൊണ്ടാണ് ഞങ്ങൾ വളരെ മുൻപേ തന്നെ ഇത്തരത്തിലുള്ള സൂചനകൾ ഈ നക്ഷത്രജാതർക്ക് നൽകുന്നത്. അവരവരുടെ ആത്മപരിശോധന നടത്തുക. അവരവരുടെ ആരുടെയെങ്കിലും വഴി ശരിയല്ല ആർക്കെങ്കിലും തോന്നുന്നുവെങ്കിൽ അതിനെ നിയന്ത്രിച്ചുകൊണ്ട് ക്രമപ്പെടുത്തിക്കൊണ്ട് ശരിപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോവുക. ശനിദോഷത്തിൽ അകപ്പെടാതിരിക്കാൻ മാത്രമേ നമുക്കതിലൂടെ പറയാം.